സത്യത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുക. ഇന്നത്തെ വിദ്യാർത്ഥികൾ തങ്ങളുടെ രാഷ്ട്രത്തെയല്ല, മറിച്ച് സത്യത്തെയും ധർമ്മത്തെയുമാണ് സംരക്ഷിക്കേണ്ടത്. സത്യവും ധർമ്മവും സകലതിനെയും സംരക്ഷിച്ചുകൊള്ളും. സത്യത്തെയും സദാചാരത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ വിദ്യാസമ്പന്നർ പോലും തങ്ങളുടെ രാഷ്ട്രത്തിന് തുരങ്കം വയ്ക്കുകയാണ്. പാണ്ഡിത്യത്തെക്കാളും മറ്റേത് ലൗകിക നേട്ടങ്ങളെക്കാളും പ്രാധാന്യം സദ്ഗുണങ്ങൾ വളർത്തുന്നതിനാണ്. ആധുനികതയുടെ മോഹവലയത്തിൽപ്പെട്ട് തങ്ങളുടെ പ്രാചീന സംസ്കാരത്തെ ഉപേക്ഷിച്ച് മുതിർന്നവർ പോലും പാശ്ചാത്യ രീതി പിന്തുടരുന്നത് തികച്ചും അപലപനീയം തന്നെ. യുവതലമുറ അവരെ മാതൃകയാക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. നേതാക്കളോ അധ്യാപകരോ രക്ഷിതാക്കളോ ശരിയായ മാതൃക വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. സദ്ഗുണങ്ങൾ വളർത്തിയെടുത്തത് കാരണമായിരുന്നു നമ്മുടെ പൂർവികർക്ക് മാതൃകാപരവും കുലീനവുമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞത്. അവർ 4 പുരുഷാർത്ഥങ്ങളും പാലിക്കുകയും അവയിൽ നിന്നുള്ള നേട്ടം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്തു. ഇന്നത്തെ തലമുറ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളിൽ ധർമ്മവും മോക്ഷവും ഉപേക്ഷിച്ച് അവർ അർത്ഥത്തെയും അഥവാ ലൗകിക ക്ഷേമത്തെയും കാമത്തെയും അഥവാ ഇന്ദ്രിയ സുഖത്തെയും സ്വീകരിക്കുന്നു. ഇതിന്റെ ഫലമായി അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ശാന്തിയും സമാധാനവും നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം സത്യത്തെയും ധർമ്മത്തെയും വിസ്മരിക്കുന്നതാണ്. നമ്മുടെ പുരാതന സംസ്കാരത്തെ വിസ്മരിക്കരുത്. അതാണ് ഭാരതീയരുടെ ജീവവായു.